സ്വാതന്ത്ര്യം ലഭിച്ച 78 വർഷത്തിന് ശേഷം വലിയൊരു മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് മിസോറാം. ലങ്പോയ് വിമാനത്താവളം തുറന്ന ശേഷം സംസ്ഥാനം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിക്ക് തുടക്കമാകുന്നു. മലനിരകളുടെയും വനങ്ങളുടെയും നാടാണ് മിസോറാം. എങ്ങു നോക്കിയാലും പച്ചപ്പാണ്. നഗരവൽക്കരണം ഒട്ടുമേ എത്താത്തയിടം. സംസ്ഥാനമാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ ഒന്ന്. മിസോറാം ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് ഗതാഗത ശൃംഖലയുടെ അഭാവമാണ്. റോഡ്, റെയിൽ, വ്യോമരംഗങ്ങളിലെ കണക്ടിവിറ്റിയാണ് വികസനത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്. ഇത് മുന്നിൽ കണ്ടാണ് 2030 വടക്ക് കിഴക്കൻ മേഖലയിലെ എല്ലാ പ്രധാന നഗരങ്ങളെയും ദേശീയ റെയിൽ സംവിധാനവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ അതിവേഗം മുന്നോട്ടു പോകുന്നത്. അതിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഭൈരവി സൈരാങ് റെയിൽപാത. അസമിൽ നിന്ന് മിസോറാമിന്റെ അതിർത്തിയായ ഭൈരവി വരെയാണ് നിലവിൽ റെയിൽവേ ശൃംഖലയുള്ളത്. പുതിയ പാത ഇവിടെ നിന്ന് തുടങ്ങി തലസ്ഥാനമായ ഐസ്വാളിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള സൈരാങ്ങിൽ അവസാനിക്കും. 51.38 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ 48 തുരങ്കങ്ങളുണ്ട്. 55 പ്രധാന പാലങ്ങളും. ഏറ്റവും ഉയരമുള്ള സൈരാങ്ങിലെ കുരങ് പാലം അടിത്തട്ടിൽ നിന്ന് ഏകദേശം 114 മീറ്റർ ഉയരത്തിലാണ്. ഭാരതത്തിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ പാലമാണിത്. 11 വർഷമെടുത്താണ് പദ്ധതി പൂർത്തിയാക്കുന്നത്. ഭൈരവി സൈരാങ് റെയിൽപാതയെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. മണ്ണിടിച്ചിൽ പ്രതിരോധിക്കാൻ സാധിക്കുന്ന തുരങ്കങ്ങളും ഭൂമികുലുക്കങ്ങൾ അതിജീവിക്കാനാകുന്ന പാലങ്ങളും ഇവയുടെ പ്രത്യേകതകളാണ്. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു പാതയുടെ നിർമ്മാണം. മലകളെയും താഴ്വാരങ്ങളെയും ബന്ധിപ്പിക്കുക എന്നതായിരുന്നു ഏറെ ശ്രമകരമായ ദൗത്യം. ഒപ്പം വെല്ലുവിളിയായി മഴയും മണ്ണിടിച്ചിലും പ്രതികൂല കാലാവസ്ഥയും. തുരങ്കങ്ങളും പാലങ്ങളും നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികൾ എത്തിക്കുക എന്നതായിരുന്നു മറ്റൊരു വെല്ലുവിളി. ഇതിനുവേണ്ടി മാത്രം മലനിരകൾ താണ്ടി 200 കിലോമീറ്റർ റോഡ് നിർമ്മിക്കേണ്ടി വന്നു. കഷ്ടപ്പാടുകളുടെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മിസോറാമിലെ അതികഠിനമായ ശൈത്യകാലത്തെ അതിജീവിച്ചാണ് പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയത്. ഒട്ടേറെ തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. അസമിലെ സിൽച്ചാറിൽ നിന്നാണ് മിസോറാമിലേക്കുള്ള അവശ്യവസ്തുക്കൾ കൊണ്ടുവരുന്നത്. അതും ചെങ്കുത്തായ റോഡിലൂടെ 12 മണിക്കൂറിലധികം സാഹസിക യാത്ര ചെയ്ത്. പുതിയ പാത ഗതാഗത യോഗ്യമാകുന്നതോടെ ഈ യാത്രാ സമയം 3 മണിക്കൂറായി ചുരുങ്ങും. ചരക്കുനീക്കം സുഗമമാകുന്നതിനോടൊപ്പം ആളുകളുടെ സഞ്ചാര സമയവും കുറയ്ക്കാനാകും. തദ്ദേശവാസികൾക്ക് വിദ്യാഭ്യാസത്തിനും ജോലി ആവശ്യങ്ങൾക്കും പുതിയ പ്രദേശങ്ങളെ ആശ്രയിക്കാനാകും. വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകും. രാജ്യസുരക്ഷയെ സംബന്ധിച്ചിടത്തോളം സൈനിക നീക്കത്തിനും ഈ പാത സഹായകമാകും. ഗോത്രവിഭാഗക്കാർ തമ്മിലുള്ള സംഘർഷങ്ങളും അതിർത്തി തർക്കങ്ങളും മാത്രമാണ് അടുത്ത കാലം വരെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് വികസന കുതിപ്പിന്റെ വാർത്തകളാകും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.